ഇന്ന് രാവിലെ അങ്ങോട്ട് എണീറ്റ് ഫോണൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാം അങ്ങോട്ട് തുറന്ന ഉടനെ ആദ്യം കണ്ടത് ഒരു ന്യൂസ് ചാനലിന്റെ ഒരു പോസ്റ്റർ ആയിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. ഇതാണോ കാവിലെ പാട്ടു മത്സരം? ക്ഷേത്രത്തിലെ കാതടുപ്പിക്കുന്ന ശബ്ദത്തിനെതിരെ അഹാന കൃഷ്ണകുമാർ. അഹാന കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത പുത്രി നടിയാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ യൂട്യൂബ് കുടുംബത്തിലെ ഒരു ചെറിയ യൂട്യൂബ് ചാനലിന് ഉടമയാണ് നമ്മുടെ അഹാന കൃഷ്ണകുമാർ. അതിലൊക്കെ ഉപരി ഇടയ്ക്കിടയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് കോൺട്രവേഴ്സികളിൽ വന്ന് ചാടുന്ന രണ്ടുപേരുണ്ട്. അതിലൊന്ന് അഹാന, പിന്നെ ഒന്ന് അഹാനയുടെ അനിയത്തി, നേരെ താഴെയുള്ള ദിയ. ഈ രണ്ടു പേരാണ് ആ കുടുംബത്തിലെ 4 പെൺകുട്ടികളിൽ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങി നാട്ടുകാരുടെ തെറിയൊക്കെ കേൾക്കുന്നത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ വീണ്ടും അഹാനയാണ് ഒരു കോൺട്രവേഴ്സി കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കോൺട്രവേഴ്സിയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ എനിക്കൊരു പരിധി കൂടുതൽ അഹാനെ ഒന്നും പറയാൻ തോന്നുന്നില്ല, വിമർശിക്കാൻ തോന്നുന്നില്ല. ഉള്ള കാര്യം പറയാലോ, അവർ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കുറെ പേര് ഇത് പറയുമ്പോഴത്തേക്ക് എന്റെ നല്ലയാടി പറിക്കാൻ വരുമായിരിക്കും. പക്ഷെ എന്നാലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതായത് വെറുതെ ആ പെൺകുച്ചിനെ തെറി പറയേണ്ട ഒരു കാര്യമില്ല. കുറെ പേര് അവളെ തെറി പറയുന്നത് കേട്ടു, കുറെ പേര് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു, പിന്നെ മതം കൊണ്ടുവന്നിട്ടുള്ള ഒരു കളി, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു പോസ്റ്ററിന്റെ അടിയിലാണ്. ഇതുപോലെ തന്നെ വേറെ 1-2 ചാനലിന്റെ ഒക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ ചിന്തിച്ചത് അത് വേറൊന്നുമല്ല, ഈ മെയിൻ സ്ട്രീം ചാനൽസിന് വേറെ പണിയൊന്നും ഇല്ല എന്നാണ്. നമുക്കറിയാം ഇതിനൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. വേറെ ഓരോ ചാനലിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെയാണ് റിയാക്ട് ചെയ്യാനായിട്ട് കണ്ടന്റ് കിട്ടുന്നത്. പക്ഷെ മെയിൻ സ്ട്രീം ചാനൽസ് എന്ന് പറയുമ്പം അവർക്ക് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള ന്യൂസുകൾ പോയി കളക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അഹാന ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോറിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കീറി മതസൗഹാർദ്ദമൊക്കെ കാണിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ചാനലുകാരെ ഞാൻ നമിക്കുന്നു നിങ്ങളെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. സംഗതി ഇങ്ങനെ ഒരു സ്റ്റോറി അഹാന ഇട്ടിട്ടുണ്ട്. വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് എന്ന് പറഞ്ഞ് തലയിലൊക്കെ കൈവച്ചിരിക്കുന്ന ചത്തുകുത്തിയിരിക്കുക രാവിലെ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പായിട്ട് അഹാന വേറൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. നിങ്ങളതൊന്ന് കേൾക്കുക, വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ജസ്റ്റ് ആ പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. തങ്കമനസ്സിൽ പീലിക്കടവിലെ താമര പെൺപൂവേ, ഒരു ചേട്ടൻ രാവിലെ കിടന്ന് കാറി കൂവുക. അപ്പം ന്യൂസ് ചാനലിൽ വന്നപ്പോഴാണ് അഹാന ഇവിടെ അമ്പലത്തിലെയാണെന്നൊന്നും പ്രത്യേകിച്ച് കാവിലെ പാട്ട് മത്സരം എന്നൊക്കെ ലൈക്ക് ഗുഡ് മോർണിംഗ് ഇതാണോ ഈ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനകത്തുനിന്ന് കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്നത് നമ്മളൊരു സർക്കസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് അതിനകത്തുനിന്ന് തോന്നിയത്. പക്ഷെ ന്യൂസ് ചാനലിൽ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് ഒരു അമ്പലത്തില് എന്തോ രാവിലെ ഇട്ടിരിക്കുന്ന പാട്ടാണ്, അത് കേട്ടപ്പോഴാണ് അഹാന ഇങ്ങനെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞാണ് കണ്ടല്ലോ ആ പോസ്റ്റർ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ പാട്ട് കേട്ടല്ലോ ആ ചേട്ടൻ പാടുന്നത് രാവിലെ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ എണീറ്റ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൈക്കിനകത്തൂടെ ഒരുത്തൻ ഇങ്ങനെ കിടന്ന് കാറി കൂന്ന കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും കുരു പൊട്ടത്തില്ലേ? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കാണെങ്കിലും കുരു പൊട്ടത്തില്ലേ? അതോ എണീറ്റ് വന്ന് പറഞ്ഞ ഹായ് നല്ല പാട്ട് സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞ് കൈ കൊട്ടുവോ? അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ആർക്കാണെങ്കിലും പൊളി ഈ കിടന്ന് കാറി കൂന്നത്. പിന്നെ എനിക്കൊരു സംശയം, ന്യൂസ് ചാനലിൽ ഇട്ടേക്കുന്ന കണക്ക് കാവിലെ ഒരു അമ്പലത്തിൽ നിന്ന് വരുന്നൊരു പാട്ടാണോ ഇത്? രാവിലെ ഒരു അമ്പലത്തിൽ ഇങ്ങനത്തെ പാട്ടുകൾ ഇടും. ഇപ്പൊ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ പോലും ഇങ്ങനത്തെ പാട്ടുകൾ, ഗാനമേളയൊക്കെ കൂടുതലും വൈകുന്നേരമല്ലേ, രാവിലെ അമ്പലങ്ങളിലൊക്കെ വെക്കാറുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല, അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രാവിലെ കീർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിരിക്കും അമ്പലത്തിൽ. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ സപ്താഹമൊക്കെ വരികയാണെങ്കിൽ കുറെ ചേച്ചിമാര് വന്നിരുന്ന് കാറി കൂവുന്നതൊക്കെ ആയിരിക്കും മൈക്കിനകത്തൂടെ. അതല്ലാതെ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഒരുത്തം വന്നിരുന്ന് പാടുന്നത് എനിക്ക് അറിയത്തില്ല. പിന്നെ ചിലപ്പം ഈ ന്യൂസുകാർ അങ്ങനെ കൊടുക്കാൻ കാരണം ചിലപ്പോൾ ഈ ഒരു കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ അഹാന ഇട്ടത് കൊണ്ടാണോ അവരത് അമ്പലത്തിലെ പാട്ടാക്കിയതെന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അമ്പലത്തിൽ നടന്നതാണെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ അമ്പലത്തിൽ നടന്നതാണെങ്കിൽ പോലും എന്റെ സംശയം ഇതാണ്, രാവിലെ ഒരു അമ്പലത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരുത്തം വന്നിരുന്ന് ഇങ്ങനെ പാടുമോ? അല്ല, ഇങ്ങനെ അവൻ പാടുന്നത് നിങ്ങൾ കേട്ടല്ലോ, അത് അത്ര നല്ല പാട്ടാണോ അവൻ പാടുന്നത്? നല്ല പാട്ടൊക്കെ തന്നെ, പക്ഷെ അത് മൈക്കിനകത്തൂടാക്കി അങ്ങനെ പാടി കേൾക്കുമ്പോഴത്തേക്ക് കല്ലെറിയാൻ ആർക്കും തോന്നത്തില്ലേ? അഹാന എന്തായാലും കല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് കേട്ടപ്പം അവർക്ക് മൂഡ് ഓഫ് ആയി. അവരത് അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി ഇട്ടു.
അതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സീരിയസ്ലി എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഹാന കൃഷ്ണയെയും അതുപോലെ തന്നെ ദിയയൊക്കെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ വിമർശിക്കാറുണ്ട്. പല പരിപാടികളും അവരുടെ നമുക്ക് യോജിക്കാൻ പറ്റാറില്ല, വിമർശിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് അവരെ കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഇരുന്ന് കുറ്റം പറയാനായിട്ട് എന്നെ കിട്ടത്തില്ല. ഈ ഒരു കേസിൽ എനിക്ക് ഒരു രീതിയിലും അവരെ മോശമാക്കാൻ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാനോ എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് തന്നെ തോന്നുന്നത്. സപ്പോർട്ട് കൊടുക്കാൻ തോന്നിയത് ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്റിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു തരാം. വളരെ കുറച്ച് 2-3 കമന്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ആദ്യത്തെ കമന്റ് ഇതാണ്: 100% ചില അമ്പലങ്ങളിൽ സപ്താഹം മറ്റെന്ന് എന്നൊക്കെ പറഞ്ഞ് രാവിലെ മുതൽ സന്ധ്യ വരെ അമ്മച്ചിമാർ കൂട്ടം കൂടി മൈക്ക് വെച്ച് കരയുന്നത് കേൾക്കാം. ആരെ കേൾപ്പിക്കാനാ? ദൈവത്തിനെയോ അതോ നാട്ടുകാരെയോ? ദൈവത്തിനെ ആണെങ്കിൽ മൈക്കിന്റെ ആവശ്യം എന്താ? ദൈവത്തിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സപ്താഹത്തിന് ചേച്ചിമാരിരുന്ന് പോകുന്നത്. ചില സമയത്ത് ഞാനും ആലോചിക്കാറുണ്ട്. ഞാനും അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, അത്യാവശ്യം നല്ലൊരു വിശ്വാസിയൊക്കെ തന്നെയാണ്. മറ്റേ അധികമായിട്ടുള്ള ഓവർ അന്ധവിശ്വാസം എന്താ ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് അടിമയല്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിനുള്ള വിശ്വാസമുണ്ട് എന്ന് വെച്ചിട്ട് രാവിലെ എണീറ്റ് വരുമ്പോഴേ ഈ ചേച്ചിമാരെ ഇങ്ങനെ കിടന്നുകൊണ്ട് കൂന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ലല്ലോ. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടാറില്ല, എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇത് കേട്ട് അത്യാവശ്യം പ്രായമുള്ള, ചിലപ്പോൾ ഈ വീഡിയോയുടെ അടി വന്നിട്ട് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചിലപ്പോൾ എന്നെ തെറി പറഞ്ഞേക്കാം. ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഈ വീഡിയോ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റണമെന്നില്ല. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നത് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തോ അത് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അഭിനയിക്കുന്ന പോലെ ആയി പോകത്തില്ലേ? നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ആണ് ഓരോ വിഷയങ്ങളിൽ. ചില കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റണമെന്നില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. പിന്നെ ഈ ഒരു വിഷയത്തിൽ അമ്പലത്തിൽ പാട്ടിടുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. പാട്ടിടുന്ന ഈ രാവിലെ ഭക്തിഗാനങ്ങൾ ഇടുക, അല്ലെങ്കിൽ രാവിലെ ഇപ്പൊ കൃഷ്ണന്റെ ഒക്കെ അമ്പലത്തിലാണെങ്കിൽ അങ്ങനെ പല അമ്പലങ്ങളിലും, കൃഷ്ണന്റെ മാത്രമല്ല ശിവന്റെ ആണെങ്കിലും ശരി, മുരുകന്റെ ആണെങ്കിലും ശരി, രാവിലെ തമിഴ് ടച്ചുള്ള പാട്ടുകളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് കേട്ടുണരുമ്പോൾ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അതൊക്കെ നല്ല കാര്യം, ഒരിക്കലും ഞാൻ അതിനെ എതിർക്കത്തില്ല, അതൊക്കെ വേണം. പക്ഷെ എന്ന് വെച്ചിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇപ്പം ഈ ചേട്ടൻ ഈ പാടി കണക്കത്തെ പാട്ടുകളൊക്കെ അമ്പലത്തിൽ മറ്റേ മൈക്ക് വെച്ച് അതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നുള്ളൂ. പ്രത്യേകിച്ച് കാറി കൂന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുവോ അത്? പിന്നെ ഈ സപ്താഹം വരുമ്പോഴത്തേക്ക് ചേച്ചിമാരുടെ ഈ കാറി കൂച്ച ഭയങ്കരമാണ്. സഹിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ വരാറുണ്ട്. ഒരു ചേച്ചിയോ 2 ചേച്ചിയോ ഒക്കെ ഇരുന്ന് പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് മനസ്സിലാവും. ഇത് കിടന്ന് ഒരു 4-5 പേര് ഒന്നിച്ചിരുന്ന് കാറി കൂവാ, എന്തെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവത്തൂല, അത് ഇറിറ്റേഷനായി മാറും. ഈ കമന്റ് അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത്: സ്റ്റോപ്പ് ഓൾ നോയ്സൻസ് ഫ്രം പബ്ലിക് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഇറ്റ്സ് എ ലോ ഫ്രം സുപ്രീം കോർട്ട്. കുട്ടി നോക്കിയപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ ഇങ്ങനെ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ആ കുട്ടി ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ പലതും ഇടാറുണ്ട്. ന്യൂസുകാരെടുത്തങ്ങ് വെച്ച് താങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ അഹാനയും ആ ഒരു കുടുംബത്തിലെ ആൾക്കാരെയൊക്കെ അത്യാവശ്യം ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചേട്ടാ. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തവർക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നിങ്ങൾ പറയുന്നതിനകത്ത് പിന്നെ എനിക്ക് മനസ്സിലാവും. ആ കുടുംബത്തിലെ ബാക്കിയുള്ള പെൺകുട്ടികളെ പറഞ്ഞു, ഓക്കെ, അവർക്കാർക്കും വേറെ. പക്ഷേ ഈ അഹാന എന്ന് പറയുന്ന ഒരു നടിയും കൂടെയാണ്, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം അവരെ. പിന്നെ സിനിമ ഇല്ലാന്നേ ഉള്ളൂ, അത് അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പോപ്പുലർ ആവാൻ നോക്കിയത് ആ ചെയ്തി പോയി, അതൊക്കെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അത്യാവശ്യം പോപ്പുലർ ആണോ അവർക്ക് ഇനി പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള പല പരിപാടികളും, നമ്മൾ എതിർക്കുന്ന പല പരിപാടികളും ഓൾറെഡി അവർ കാണിച്ചു വെച്ച് പോപ്പുലർ ആയതാണ്, സിനിമയിലൂടെ അല്ലാതെ. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് ഇതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.